ഇഡിക്കെതിരായ അക്രമം അത് ഏറ്റവും ഗുരുതരമായ വകുപ്പുകളിലേക്ക് തന്നെ പോകും. ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഭവിഷ്യത്തുകളിലേക്ക് തന്നെ ഇതിൽ പ്രതികളായവരുടെ ഭാവി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാവുകയാണ്. രാജ്യത്തിനെതിരായ കുറ്റകൃത്യം എന്നതാണ് കോടതി ഈ സംഭവത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നത്. രാജ്യത്തിനെതിരായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. ഇത് ആസൂത്രിതമായ കൊലപാതക ശ്രമം എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നിലവിൽ 26 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ളത്. ഇന്നും 5 പേരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളഞ്ഞിരുന്നു. അതായത് ഏറെ ഗൗരവത്തോടെയാണ് കോടതി ഈ സംഭവത്തെ കാണുന്നത്. ആസൂത്രിതമായി ഇഡിയുടെ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ നടത്തിയ ശ്രമം എന്ന നിലയ്ക്ക് തന്നെയാണ് കോടതി ഈ സംഭവത്തെ കാണുന്നതെന്ന് വ്യക്തമാണ്. നമ്മുടെ കൺമുന്നിൽ ദൃശ്യങ്ങളുണ്ട്. ഇഷ്ടിക എടുത്ത് വണ്ടിയുടെ ചില്ലുകളിലേക്ക് എറിയുന്നു, വശങ്ങളിലെ ചില്ലുകൾ തകർക്കുന്നു, വണ്ടിയുടെ സൈഡ് മിറർ തകർക്കുന്നു, ഇഷ്ടികയും മറ്റ് കുപ്പികളും എടുത്തെറിയുന്നു. ഒപ്പം തന്നെ മുട്ട വണ്ടി വരുമ്പോൾ അതിന് നേരെ വിപരീതമായി ഓടിയെത്തി മുട്ടയെടുത്തെറിയുന്ന ദൃശ്യങ്ങൾ, മുൻ കൗൺസിലർ മുട്ടയെടുത്തെറിയുന്ന ദൃശ്യങ്ങൾ വരെ തെളിവുകളായി മുമ്പിലുള്ളതാണ്. അത് വളരെ ഗുരുതരമായ അക്രമ സംഭവമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കിയാണ്. അനന്തരശം വിവരങ്ങളുമായിട്ട് അനന്തൻ, ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റിയ സംഭവമായിരുന്നു കേരളത്തിലുണ്ടായ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെയുണ്ടായ ഈ അതിക്രമം. വനിതാ ഉദ്യോഗസ്ഥർ വരെ വാഹനത്തിൽ ഉള്ളപ്പോഴാണ് അതിക്രൂരമായ നിലയിൽ CPM പ്രവർത്തകർക്കിടയിൽ നിന്ന് അക്രമം ഉണ്ടായത്. ഇപ്പോൾ കോടതി എന്തൊക്കെയാണ് പറയുന്നത്? ദിവിഷ്, തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ശേഷം പുറത്തേക്കിറങ്ങുന്ന ഇഡി ഉദ്യോഗസ്ഥരുടെ 3 വാഹനങ്ങൾ, ഉദ്യോഗസ്ഥർ ഇരുന്ന 3 വാഹനങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 25 പ്രതികൾ ഇപ്പോൾ റിമാൻഡിലായിട്ടുണ്ട്. അതിൽ ആദ്യം അറസ്റ്റിലായ 5 പ്രതികളാണ് ജാമ്യം തേടി കോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3-നെയായിരുന്നു സമീപിച്ചത്. ഇന്നലെ വിശദമായ വാദം കേട്ടു. ഇന്ന് കോടതി ആ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കി. ആ ഉത്തരവിന്റെ പകർപ്പാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചത്. അതിലെ വിശദാംശങ്ങളാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇഡി ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ചതിനെ അതീവ ഗൗരവ സ്വഭാവത്തോടു കൂടിയാണ് കോടതി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യത്തെ ഗൗരവത്തിൽ തന്നെ എടുക്കണം എന്നുള്ള പരാമർശങ്ങളാണ് ഈ കോടതി ഉത്തരവിലുള്ളത്. മാത്രമല്ല, കോടതി ഉത്തരവ് നടത്തിയിരിക്കുന്ന 2-3 നിരീക്ഷണങ്ങൾ ഏറ്റവും സുപ്രധാനമാണ്. ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ നടന്ന ഈ ആക്രമണം രാജ്യത്തിനെതിരായ കുറ്റകൃത്യമായി പരിഗണിക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, സംവിധാനങ്ങൾക്കെതിരെയുള്ള ആക്രമണമായിട്ടാണ് കോടതി ഈ കുറ്റകൃത്യത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട ആൾക്കാർ പെട്ടെന്നുള്ള പ്രകോപനത്തിൽ ഒരു ആക്രമണത്തിലേക്ക് പോയതായി കരുതാനാകില്ല. മാത്രമല്ല, പരസ്പരമുള്ള വഴക്കുകൂടൽ അല്ല ഈ ആക്രമണം. ഇത് രാഷ്ട്രീയ സ്വഭാവമുള്ള ആസൂത്രണം ഈ ആക്രമണത്തിന് പിന്നിലുണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ തെളിവുണ്ട് എന്നാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ആക്രമണം നടത്തിയിരിക്കുന്ന പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ അത് തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകും. മാത്രമല്ല, ഇപ്പോൾ പ്രതികളായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ഇനി മറ്റുള്ളവർക്കും ഇത്തരം ഉദ്യോഗസ്ഥരെയൊക്കെ ആക്രമിക്കാനുള്ള പ്രോത്സാഹനമാകും ഈ ജാമ്യം നൽകിയാൽ അതുവഴി സംഭവിക്കുക എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് കോടതി പ്രഥമ ദൃഷ്ട്യാ തന്നെ അവർ ഈ ആസൂത്രണത്തോടെ നടത്തിയ കുറ്റകൃത്യം ഇഡി ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഇഡിയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിലും അവർ പറഞ്ഞിരുന്നത് ഇതൊരു ഒറ്റപ്പെട്ട ആക്രമണമല്ല, ഇതിന് പിന്നിലൊരു ഗൂഢാലോചനയും ആസൂത്രണം ഉണ്ട് എന്നുള്ളതായിരുന്നു. അത് ശരിവെക്കുന്ന നിലപാടാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈ ജാമ്യ ഹർജിയിലുള്ള വാദം കേട്ട ശേഷം എടുത്തിരിക്കുന്ന നിലപാട്. അതായത് ഈ ആക്രമണം ഒറ്റപ്പെട്ട ആക്രമണമല്ല, ഇതിനു പിന്നിൽ ആസൂത്രണമുണ്ട്, അതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്നാണ് കോടതി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ആക്രമണത്തിന് ഇരയായ ഉദ്യോഗസ്ഥർ ഒരുപാട് മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ആ ബുദ്ധിമുട്ടുകൾക്ക് നേരെ കണ്ണടയ്ക്കാൻ ഈ കോടതിക്ക് കഴിയില്ല എന്നാണ് ഈ ഉത്തരവിൽ കോടതി വിലയിരുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഈ ആക്രമണത്തിന് ഇരയായിരിക്കുന്നവർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവരെ ആക്രമിക്കുന്ന പ്രതികളുടെ വിശദാംശങ്ങൾ, അവരുപയോഗിച്ച ആയുധങ്ങൾ കല്ലും വടിയും തടിക്കഷ്ണങ്ങളും ഇരുമ്പ് ദണ്ടുകളുമാണ്. അങ്ങനെ വരുമ്പോൾ അത് ഒരു സാധാരണ ആക്രമണമല്ല, അത് ആ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നടന്ന ആക്രമണമായിട്ടാണ് കോടതി ഇതിനെ കാണുന്നത്. മാത്രമല്ല, ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗം നിരത്തിയ വാദങ്ങളെയും കോടതി മുൻകാല ചില കോടതിയുടെ ഉത്തരവുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് അതിനെയൊക്കെ ഖണ്ഡിക്കുന്നത്. അതിലൊന്ന്,
പ്രധാനമായും ഉന്നയിച്ച ആരോപണം ഈ അറസ്റ്റ് നടപടികൾ നിയമവിരുദ്ധമായിരുന്നു, അവരെ വേണ്ടപ്പെട്ടവരെ അറിയിച്ചില്ല എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അത് ഓരോരോ പോയിന്റുകളായി പറഞ്ഞുകൊണ്ട് കോടതി ആ വാദത്തെ എല്ലാം തെറ്റാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ പ്രതികൾ സഞ്ചരിച്ച വാഹനം വാടകയ്ക്കെടുത്ത കാറുകളാണ്, അത് പൊതുമുതൽ നശിപ്പിച്ചതിന്റെ പരിധിയിൽ വരില്ല എന്ന് ആണ് പ്രതിഭാഗം വാദിച്ചത്. അതിനെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു. പ്രോസിക്യൂഷന്റെ ആ എതിർത്തുകൊണ്ടുള്ള വാദത്തെയാണ് കോടതി അംഗീകരിച്ചിരിക്കുന്നത്. കോടതി പറഞ്ഞത് ഏത് സ്ഥാപനമായാലും, കേന്ദ്ര സർക്കാർ സ്ഥാപനമായാലും സംസ്ഥാന സർക്കാർ സ്ഥാപനമായാലും, ഒരു സ്വകാര്യ വാഹനം വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ആ ഗവൺമെന്റിന്റെ ഭാഗമായി, അത് പൊതുമുതലായി എന്നാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ 3 കാറുകളും പൊതുമുതൽ നശിപ്പിച്ചതിന്റെ പരിധിയിൽ വരും. മറ്റൊരു വാദം, ഈ പ്രതികൾ ആക്രമിച്ച ഉദ്യോഗസ്ഥർ അവർ ഡ്യൂട്ടിയിലായിരുന്നില്ല എന്നായിരുന്നു പ്രതിഭാഗത്ത്. അവർ ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് ആക്രമണത്തിന് ഇരയായതെന്നാണ്. എന്നാൽ കോടതി പറയുന്നത് അവർ ഒരു ഓഫീസിൽ നിന്ന് ഒരു റെയ്ഡിന് പുറപ്പെടുമ്പോൾ അവർ ഡ്യൂട്ടിയിലാണ്. ആ ഡ്യൂട്ടി കഴിഞ്ഞ് ആ റെയ്ഡ് കഴിഞ്ഞ് അവർ തിരിച്ച് അതേ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ഡ്യൂട്ടി പൂർണ്ണമാവുകയുള്ളൂ. അതുവരെ അവർ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ തന്നെയാണ് നിങ്ങൾ ആക്രമിച്ചിരിക്കുന്നതെന്നാണ്. അതിനൊപ്പം ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിലാണ് ഏറ്റവും ഗൗരവമായ നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിരിക്കുന്നത്. അത് ഈ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചിരിക്കുന്നത് കൊല്ലുക എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് എന്ന് കോടതി പറയുന്നു. അതിനൊപ്പം തന്നെ ഇത് ആസൂത്രിതമാണെന്ന് ഉള്ളതിന് പ്രഥമ ദൃഷ്ട്യാ തന്നെ തെളിവുണ്ട് എന്ന് കോടതി പറയുന്നു. അതിനൊപ്പം തന്നെ ഈ ഇ ഡി ഉദ്യോഗസ്ഥർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്ക് നേരെ കണ്ണടയ്ക്കാൻ കഴിയില്ല എന്ന് കോടതി വിലയിരുത്തുന്നു. അതിലും ഏറ്റവും ഗൗരവ സ്വഭാവമുള്ള 2 നിരീക്ഷണം. ഒന്ന്, ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണം ഈ രാജ്യത്തിനെതിരായ കുറ്റകൃത്യമാണ്, മാത്രമല്ല സംവിധാനങ്ങൾക്കെതിരായ ആക്രമണവുമാണ് എന്നാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത്. ദിവിഷ്, അനന്തരം അപൂർവമായ കേസ് എന്ന് കോടതി നിരീക്ഷിക്കുകയാണ്. നമുക്കറിയാം, ഇതിനു മുൻപ് രാജ്യത്ത് തന്നെ ഞെട്ടിപ്പോയ ഒരു സംഭവം എന്ന ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണം, അത് ബംഗാളിലായിരുന്നു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എത്രത്തോളം ഗുരുതരമായിരുന്നു എന്ന് കണ്ടതാണ്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളടക്കം കണ്ടുകെട്ടുന്ന സാഹചര്യമുണ്ടായി. മാസങ്ങളായി, വർഷങ്ങളായി തന്നെ ജയിലിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട പ്രതികൾ അകപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതേ നിലയ്ക്ക് തന്നെ ഒരുപക്ഷെ രാജ്യത്ത് കണ്ട ഈ ബംഗാളിന് ശേഷം ഇത്രയേറെ ക്രൂരമായ നിലയിൽ അല്ലെങ്കിൽ ഭയാനകമായ നിലയിൽ ഇ ഡി സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്ന ഒരുപക്ഷെ കേരളത്തിലായിരിക്കും. അത് ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ ഇത്രകാലം സർക്കാരിന്റെ ഭാഗമായി നിന്ന് മന്ത്രിസ്ഥാനങ്ങളിലടക്കം ഉണ്ടായിരുന്ന ആളുകൾ ആ സ്ഥാനങ്ങളിൽ നിന്ന് ഇറങ്ങി ദിവസങ്ങൾക്കകം ഇത്രയും വലിയൊരു ആക്രമണത്തിന്റെ ആ ഒരു മുൻപിൽ ഉണ്ടായിരുന്നു എന്നതുകൂടി ഏറ്റവും ഖേദകരമായ കാര്യമാണ്. ഈ അപൂർവമായ കേസ് എന്ന് കോടതി പരിഗണിക്കുമ്പോൾ അത്രയേറെ ഗുരുതരമായി തന്നെ കോടതി, അല്ലെങ്കിൽ അത്ര സങ്കീർണമായ വിഷയമായി തന്നെ കോടതി ഇതിനെ കണക്കാക്കുന്നു. ഇപ്പോൾ ഈ അറ്റാച്ച് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഇ ഡി പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് എത്രത്തോളം ഈ ഉൾപ്പെട്ടിരിക്കുന്നത്, നിലവിൽ 26 പേരാണ്. പലരും ഇപ്പോൾ ഈ കോടതി എടുത്തിരിക്കുന്ന അത്രയും ഗൗരവത്തോടെ കേരള പോലീസ് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്ന വിമർശനങ്ങൾ ഒരു സമയത്തുനിന്ന് ഉയർന്നു വരുന്നതിനിടയിലാണ് കോടതി ഈ കാര്യങ്ങൾ പറയുന്നത്. ദിവിഷ്, ഈ തിരുവനന്തപുരത്ത് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ, അതും കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തെ, അതിന്റെ ഗൗരവം ഇപ്പോഴും ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടവർക്കും ഈ ആക്രമണം നടത്തിയവർക്ക് സംരക്ഷണം ഒരുക്കുന്നവർക്കും ഒക്കെ അതിന്റെ ഗൗരവം ഇനിയും മനസ്സിലായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. മാത്രമല്ല, അവരെ പിന്തുണച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം രംഗത്ത് വരുന്നവർക്കും അതിന്റെ ഗൗരവം ഉറപ്പായും മനസ്സിലായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. മാത്രമല്ല, ഇങ്ങനൊരു ആക്രമണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെടുന്നത് നേരത്തെ ഉണ്ടായത് വെസ്റ്റ് ബംഗാളിലാണ്. അതിനുശേഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആക്രമണം എന്ന് പറഞ്ഞത് കേരളത്തിലാണ്. മാത്രമല്ല, കേരളത്തിൽ ഇതുവരെ ഇത്തരത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട മുൻകാല പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ രീതിയിൽ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലെ ഒരു പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ, അതും സ്ത്രീകളടക്കമുള്ളവരെ വളഞ്ഞിട്ട് വാഹനങ്ങളിലായി ആക്രമിക്കുന്നത്, അതും കേന്ദ്ര സേന, സുരക്ഷാ സേനയൊക്കെ ആക്രമിക്കുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്, ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്, പബ്ലിക് വിറ്റ്നസ്ഡ് ദി അബോവ് സെഡ് ഇൻസിഡന്റ് ത്രൂ മീഡിയാസ് ചാനൽസ് ആൻഡ് became aware of the mischief caused by the alleged accused persons from newspapers, channels, etc. So this case can be treated as a rare case which created an impact on the society എന്നുള്ളതാണ്. അപ്പോൾ അതൊരു അപൂർവ കേസായി തന്നെയാണ് കോടതി പരിഗണിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിന്റെ ഇരകളായവർ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരാണ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരാണ്. അവരെ ഈ ഒരു സംഘം ആളുകൾ ആക്രമിച്ചിരിക്കുന്നതിന് പ്രത്യേക കാരണമൊന്നുമില്ല. വിത്തൗട്ട് എനി പ്രൊവോക്കേഷൻ ഓർ റീസൺ എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ ഒരു പ്രൊവോക്കേഷനോ ഒരു പ്രകോപനമോ ഒരു കാരണമോ ഇല്ലാതെയാണ് അവർ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ആക്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഇവർക്ക് ജാമ്യം നൽകിയാൽ ഈ പ്രതികൾക്കും
മറ്റുള്ളവർക്കും ഇങ്ങനെ ആക്രമിക്കാനുള്ള ഒരു ത്വര നൽകും, ഒരു പ്രോത്സാഹനം നൽകും എന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇവർക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ഈ കോടതി തന്നെ നിരീക്ഷിക്കുകയാണ് അവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ, ഈ ഇരകളായവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കോടതി തന്നെ നിരീക്ഷിക്കുന്നത് അത്രയും വലിയ ട്രോമയിലൂടെയാണ് ഈ ആക്രമണത്തിന് ശേഷം ആ ഉദ്യോഗസ്ഥർ കടന്നുപോയത് എന്നുള്ളതാണ്. അതുപോലെ ആക്രമണത്തിൽ വലിയ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഒരു ഡ്രൈവറുടെ കണ്ണിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. അതുകൊണ്ട് ആ ബുദ്ധിമുട്ടുകൾക്ക് നേരെ കണ്ണടയ്ക്കാൻ ഈ കോടതിക്ക് കഴിയില്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് കോടതി.